സ്ഥിരമായി നിസ്കരിക്കുന്ന ആളുകൾ പോലും ഒരു പരിഗണനയും കൊടുക്കാത്ത ഒന്നാണ് നിസ്കാരത്തിന്റെ സമയം. ചെറിയ ചെറിയ കാരണങ്ങൾ മതി നിസ്കാരത്തെ ഖളാ ആക്കാൻ. എന്നാൽ യഥാർത്ഥത്തിൽ ഫിഖ്ഹിന്റെ നിയമം അനുസരിച്ച് നിസ്കാരത്തിന്റെ 14 ഫർദുകൾക്കും മറ്റ് 5 ഷർത്തുകൾക്കും ഇല്ലാത്ത അത്ര പ്രാധാന്യം നിസ്കാരത്തിന്റെ സമയത്തിനുണ്ട്. ബാക്കി എല്ലാ വിഷയങ്ങളും അഡ്ജസ്റ്റബിൾ ആണ്. നിൽക്കാൻ കഴിയാത്തവന് ഇരുന്ന് നിസ്കരിക്കാനും ഇരിക്കാൻ കഴിയാത്തവന് കിടന്ന് നിസ്കരിക്കാനും ഇസ്ലാം അനുവദിക്കുമ്പോ, ഒതുവെടുക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തയമ്മും ചെയ്ത് നിസ്കരിക്കാൻ ഇസ്ലാം അനുവദിക്കുമ്പോ, വസ്ത്രമില്ലാത്തവന് വസ്ത്രമില്ലാതെ നിസ്കരിക്കാൻ ഇസ്ലാം അനുവദിക്കുമ്പോ, സമയത്ത് വിട്ട് പിന്തിക്കാൻ ഇസ്ലാം ഒരു നിലയ്ക്കും അനുവാദം നൽകുന്നില്ല. നിസ്കാരം ഖളാ ആകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, തീർച്ചയായും നിസ്കാരം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ട ഫർളാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ മറ്റെന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് സമയം കഴിയുന്നതിന് മുമ്പ് നിസ്കരിച്ചിരിക്കണം. ഒതുവില്ലാത്തവൻ തയമ്മും ചെയ്ത് നിസ്കരിക്കണം. തയമ്മും ചെയ്യാൻ മണ്ണ് കിട്ടിയിട്ടില്ലെങ്കിൽ അശുദ്ധിയോടുകൂടെ നിസ്കരിക്കണം. നെജിസ് ശുദ്ധിയാക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നെജിസോടുകൂടെ നിസ്കരിക്കണം. ഉടുക്കാൻ വസ്ത്രം കിട്ടിയില്ലെങ്കിൽ നഗ്നനായി നിസ്കരിക്കണം. നെജിസിൽ ബന്ധനസ്ഥനാക്കപ്പെട്ടവൻ ആ നെജിസോടുകൂടെ നെജിസിൽ നിന്ന് നിസ്കരിക്കണം. പക്ഷേ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിത്തടം സുജൂദിൽ വെക്കേണ്ടതില്ല. ഇതാണ് സമയത്തിന്റെ പ്രാധാന്യം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നിസ്കാരം സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധമായ ആരാധനയാണെന്ന്, അതുകൊണ്ട് തന്നെ കുളിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞ്, ഡ്രസ്സ് അഴുക്കാണെന്ന കാരണം പറഞ്ഞ്, കല്യാണത്തിന്റെ തിരക്കാണെന്ന കാരണം പറഞ്ഞ്, ജോലിയുടെ തിരക്കാണെന്നുള്ള കാരണം പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായിട്ടാണ് നിസ്കാരത്തെ ഖളാ ആക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്.